ഈ കർണാടകയിൽ ഏകദേശം 25 മുതൽ 27% ദലിറ്റ്സും ആദിവാസികളും ഉണ്ട്. ഇങ്ങനെ പറയുവാണെങ്കിൽ വളരെ സ്ട്രോങ് കമ്മ്യൂണിറ്റിയാണ് അവരവിടെ. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റി, അവിടെയുള്ള കമ്മ്യൂണിറ്റിയിൽ ശരിക്കും അംബേദ്കറായിട്ട് സംഭവമുണ്ട്. അപ്പം ബാംഗ്ലൂർ പോലെ ചില കടകളിലും ദലിറ്റ്സിൻ്റെ കടകളിലൊക്കെ അംബേദ്കറിൻ്റെ ഫോട്ടോ ഒക്കെ കാണാൻ സാധിക്കും. ഇവർ സ്ട്രോങ് ആയിട്ട് ആൻറ്റി ഹിന്ദു ദൈവങ്ങൾക്കെതിരെയാണ്. അതാണ് ഈ അംബേദ്കറിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അവർ ഈ പറയുന്ന ഈ സനാതന ധർമ്മം, അതേപോലെ തന്നെ ഈ മനുസ്മൃതി, അതിനെ പൂർണ്ണമായിട്ട് ഖണ്ഡിക്കുന്നവരാണ്. ഈ സ്ട്രോങ് കമ്മ്യൂണിറ്റിയാണ് ഈ കർണാടകയിലുള്ള ദളിത് ആദിവാസി കമ്മ്യൂണിറ്റി. മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെ അവർ ഏത് രീതിയിലും പെട്ടെന്ന് ഒരുമിച്ച് കൂടുകയും ചെയ്യും. കാരണം നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കർണാടകയിലുള്ള ദളിത് കമ്മ്യൂണിറ്റിക്കകത്തും അതിനകത്ത് ബിസിനസ്സുകാർ ഇഷ്ടംപോലെ പേരുണ്ട്. അതേപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ അധികവും ഈ റിസർവേഷൻ കിട്ടിയവർ പല ആൾക്കാരും കർണാടക സ്റ്റേറ്റിൽ ഒത്തിരി അധികം ആൾക്കാരുണ്ട്. അതവിടുത്തെ ഫോർവേഡ് കാസ്റ്റിന് ഒരിക്കലും ദഹിക്കത്തില്ല. അതാണ് ഈ കാസ്റ്റ് സെൻസസിനെതിരെ സുധാമൂർത്തി ഈ കമൻറ്റ് പറഞ്ഞത്. കാരണം നമ്മൾ കാരണം ഞാൻ ബാംഗ്ലൂർ താമസിച്ച് പല കർണാടക ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ശരിക്കും ഈ ട്രൈബ്സ്, ഈ SC-യുടെയും ST-യുടെയും പ്രസൻസ് അവിടെ ഓഫീസുകളിലുണ്ട്. പോലീസ് സ്റ്റേഷനിലുണ്ട്, ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനിലുണ്ട്. കാരണം പിന്നെ ബിസിനസ്സുകാരുടെ ഇഷ്ടം പോലെ ആൾക്കാർ, പല ആൾക്കാർക്കും കൂടെ കെട്ടിടവും പരിപാടിയും അതും ഇതും ഒക്കെയുണ്ട്. അപ്പം ഈ ഒരു പ്രസൻസ് ഉള്ളിടത്തോളം കാലം, അതാണ് ഈ സംഭവം എന്ന് പറയുന്നത്, അവർ ശക്തമായൊരു കൂട്ടമാണ്. അവർ ഈ അപ്പർ കാസ്റ്റ് ബ്രാഹ്മൺസിനെ അവരെ ഒന്നും 1% പോലും അംഗീകരിക്കാത്തവരാണ് കർണാടകയിലുള്ള ഈ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സുധാമൂർത്തി പെട്ടെന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ അവർക്ക് എവിടുന്നൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. BJPക്കകത്ത് നേരത്തെ ഈശ്വരപ്പ അങ്ങനെ പറയാൻ പല രീതിയിലുള്ള ദളിത് ഫേസുകളുണ്ടായിരുന്നു, പോപ്പുലറായിട്ടുള്ള ഫേസുകളുണ്ടായിരുന്നു. ഇവരെല്ലാം പൂർണ്ണമായിട്ടും അങ്ങ് സൈലൻ്റായി.